ഞാനിവിടെ പുതിയതായിട്ടൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. മൊബൈൽ ഷോപ്പിൻ്റെ പേര് മൊബൈൽ മാൾ എന്നാണ്. അപ്പോൾ എൻ്റെ കൈവശം ഒരു മൊബൈൽ ഫോണും സ്റ്റോക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ABC മൊബൈൽ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്നും ഹോൾസെയിലായിട്ട് കുറച്ച് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ നിലവിൽ 3 റെഡ്മിയുടെ മൊബൈൽ ഫോണാണ് ഇവരെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തത്. ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ 8000 രൂപയാണ് ഒരു മൊബൈലിൻ്റെ വില. അപ്പോൾ ടോട്ടലി 24,000 രൂപ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് ABC ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റിന് എന്ത് സംഭവിച്ചു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇവിടെ കുറയുന്നു. അതുകൊണ്ട് ക്യാഷിനെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനിൽ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ നമ്മുടെ കടയിലോട്ട് വന്നു. നമ്മുടെ കയ്യിലിരുന്ന റെഡ്മിയുടെ 3 മൊബൈൽ ഫോണിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ ഞാൻ എന്ത് ചെയ്തു, ഈ അനിൽ എന്ന് പറയുന്ന ആൾക്ക് സെയിൽ ചെയ്തു. 8000 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചത്. എന്നിട്ട് നമ്മൾ 10,000 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. ഇയാൾ നമുക്ക് ക്യാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. കാരണം ക്യാഷ് എന്ന് പറയുന്ന അസറ്റിൻ്റെ വാല്യൂ അവിടെ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് ക്യാഷിന് നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 മൊബൈൽ ഫോണാണുള്ളത്. പിന്നീട് ദീപു എന്ന് പറയുന്ന ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു മൊബൈൽ ഫോൺ കൂടെ സെയിൽ ചെയ്തു. ക്യാഷ് തന്നിട്ടുണ്ട് 10,000 രൂപ. അവിടെയും നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അതിനുശേഷം ആനന്ദ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർ നമ്മളടുത്ത് വന്നു. ഈ ഒരു ബാലൻസ് ഉള്ള ഒരു മൊബൈൽ ഫോൺ നമ്മൾ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. പക്ഷേ ഇയാൾ നമുക്ക് എന്ത് തന്നിട്ടില്ല, ക്യാഷ് തന്നിട്ടില്ല. ക്രെഡിറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്തത്. അപ്പോൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്യുമ്പോൾ ഇയാളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിൽ മെൻഷൻ ചെയ്യണം. കാരണം കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ആരൊക്കെ നമുക്ക് പൈസ തരാനുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ആനന്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് സൺട്രി ഡെപ്റ്റർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ്. കാരണം ഇയാൾ നമുക്ക് എന്ത് തരാനുണ്ട്, പൈസ തരാൻ ഉണ്ട്. അപ്പോൾ ഇവിടെ അസറ്റ് കൂടുന്നു. അതുകൊണ്ട് ആനന്ദ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ആയിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും നിലവിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ABC ട്രേഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ 2 മൊബൈൽ ഫോണും കൂടെ പർച്ചേസ് ചെയ്യുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, പൈസ കൊടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ പൈസ കൊടുക്കാനായിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ക്രെഡിറ്റിനാണ് ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ABC മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചപ്പോൾ എന്താണ്, ഒരു സൺട്രി ക്രെഡിറ്റർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയാണ്. കാരണം നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. നമ്മൾ എപ്പോഴായാലും എന്ത് കൊടുത്തേ പറ്റൂ, ആ പൈസ കൊടുത്തേ പറ്റൂ. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ ലയബിലിറ്റി സൈഡിൽ എന്ത് വരും, ഈ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ABC മൊബൈൽ വരും. അപ്പോൾ ഇവിടെ ലയബിലിറ്റി കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ABC ട്രേഡേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യണം.